ഭാരതാംബ വിവാദത്തിൽ പിടിവാശി അവസാനിപ്പിച്ച് രാജ്ഭവൻ. ഔദ്യോഗിക പരിപാടികളിൽ കാവി പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കാൻ ഗവർണർ തീരുമാനിച്ചു. രാജ്ഭവനിൽ നടത്തുന്ന ഔദ്യോഗിക പരിപാടികളിൽ നിലവിളക്കും ഭാരതാംബയും ഉണ്ടാകില്ല. സംസ്ഥാന സർക്കാരുമായി ഇതേ ചൊല്ലി സംഘർഷം വേണ്ടെന്നാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി മഹേഷ് ചന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്തായാലും ഈ ഒരു ഭാരതാംബ വിവാദത്തിൽ അത്തരത്തിലൊരു സമന്വയത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ രാജ്ഭവൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് അവർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്? സ്വാതി, രാജ്ഭവനിലെ പരിസ്ഥിതി ദിനത്തിൽ കൃഷി വകുപ്പുമായി ചേർന്ന് നടത്തിയ പരിപാടിയാണ് വിവാദത്തിന് കാരണമായത്. അവിടെ ഭാരതാംബയുടെ ചിത്രവും നിലവിളക്കും ഉണ്ടായിരുന്നു. തുടർന്നാണ് ആ പരിപാടി ഉപേക്ഷിക്കാൻ, പ്രോട്ടോകോൾ ലംഘനമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പരിപാടി തന്നെ ഉപേക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഈ സാഹചര്യത്തിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് തന്നെ ആ പരിപാടി നടത്തുകയും വൈകുന്നേരം മറ്റു പരിപാടി നടത്തുകയും ചെയ്തു ഗവർണർ. പക്ഷേ പിന്നീട് ഗവർണർ തനിക്ക് ഭാരതാംബയെ വിവാദ കേന്ദ്രമാക്കി നിർത്താൻ താല്പര്യമില്ല, തൻ്റെ അമ്മയേക്കാൾ താൻ മതിക്കുന്നതാണ് ഭാരതാംബ എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ മാധ്യമപ്രവർത്തകൻ പി ശ്രീകുമാർ എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഭാരതാംബയുടെ ചിത്രവും വിളക്കും വെച്ച കാര്യം രാജ്ഭവൻ തന്നെയാണ് അറിയിച്ചത്. എന്നാൽ നിലവിളക്കും ഭാരതാംബ ചിത്രം ഒഴിവാക്കണമെന്ന് ആദ്യം കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടു. പക്ഷേ പിന്നീട് നിലവിളക്കിരുന്നോട്ടെ, ഭാരതാംബ ചിത്രം മാറ്റണമെന്നായിരുന്നു. കാവിക്കൊടി എന്ന ചിത്രം മാറ്റി ദേശീയ പതാക എന്ന ചിത്രം വെക്കാമെന്ന നിർദ്ദേശം വെച്ചെങ്കിലും അത് കൃഷി വകുപ്പ് ഉൾക്കൊണ്ടില്ല എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായാലും പ്രോട്ടോക്കോളിൻ്റെ പേരിൽ ഇത്തരത്തിലേക്കുള്ള തർക്കങ്ങൾ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് പ്രോട്ടോക്കോൾ കൃത്യമായി ഇത് പറയുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള ഒരു നയം തുടരുകയാണെങ്കിൽ ഇനി എല്ലാ പരിപാടികളിലും ദേശീയ പതാക അല്ലാതെ തന്നെ ഈ കാവി പതാക ഏന്തിയ ഭാരതാംബ ചിത്രം ഉണ്ടെങ്കിൽ രാജ്ഭവൻ സത്യപ്രതിജ്ഞ അടക്കമുള്ള പരിപാടികൾ നടക്കേണ്ടതാണ്. ആ പരിപാടികളൊക്കെ തന്നെ ഇതേപോലത്തെ സാഹചര്യം ഉണ്ടാകുമോ എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജ്ഭവൻ്റെ കൃത്യമായ വിശദീകരണം വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല, നിലവിളക്ക് മാത്രം ചടങ്ങുകളിൽ സാധാരണഗതി ഉൾപ്പെടുത്താറില്ല. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതേസമയം രാജ്ഭവൻ നടത്തുന്ന മറ്റ് പരിപാടികളിൽ ആ പരിപാടികൾ നിലവിളക്കും ഭാരതാംബയുടെ ചിത്രവും ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു. സ്വാതി. ശരി മഹേഷ് ചന്ദ്രൻ, എന്തായാലും ഭാരതാംബ വിവാദത്തിൽ പിടിവാശി ഉപേക്ഷിക്കുകയാണ് രാജ്ഭവൻ. ഔദ്യോഗിക പരിപാടികളിൽ കാവി പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കാനാണ് ഗവർണറുടെ തീരുമാനം വന്നിരിക്കുന്നത്.